Next theorem 6.6. F belongs to R of alpha on closed interval AB if and only if for every epsilon greater than 0 there exists a partition P such that UPF alpha minus LPF alpha less than epsilon. Function f closed interval AB with respect to a monotonically increasing function alpha Riemann Stieltjes integrable ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും UPF ആൽഫ മൈനസ് LPF ആൽഫ ലെസ് ദാൻ എപ്സിലോൺ വരുന്ന വിധത്തിൽ ക്ലോസ്ഡ് ഇന്റർവൽ AB-യുടെ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ P കണ്ടുപിടിക്കാൻ സാധിക്കണം. ഈ പാർട്ടീഷൻ P എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. ആദ്യം ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് UPF ആൽഫ മൈനസ് LPF ആൽഫ ലെസ് ദാൻ എപ്സിലോൺ വരുന്ന വിധത്തിൽ ക്ലോസ്ഡ് ഇന്റർവൽ AB-യുടെ ഒരു പാർട്ടീഷൻ P കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഈസ് റീമാൻ സ്റ്റെൽജിസ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഓവർ ക്ലോസ്ഡ് ഇന്റർവൽ AB എന്നാണ്. അതിനുവേണ്ടി അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫയും ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫയും സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ടേക്ക് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദെൻ ബൈ അസംഷൻ ദർ എക്സിസ്റ്റ് എ പാർട്ടീഷൻ P ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ AB സച്ച് ദാറ്റ് UPF ആൽഫ മൈനസ് LPF ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. നമുക്കറിയാം ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഈസ് ഈക്വൽ ടു supremum of LPF alpha where supremum is taken over all possible partitions of closed interval AB. So for any partition P dash LP dash F alpha less than or equal to lower integral A to B FD alpha. So നമ്മൾ ചൂസ് ചെയ്ത എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവൽ ABയുടെ പാർട്ടീഷൻ Pക്കും ഇത് ഹോൾഡ് ചെയ്യും. ദാറ്റ് ഈസ് LPF ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോവർ ഇൻ്റഗ്രൽ A ടു B FD ആൽഫ. അതുപോലെ തന്നെ നമുക്കറിയാം അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് UPF ആൽഫ വേർ ഇൻഫിമം ഈസ് ടേക്കൺ ഓവർ ഓൾ പോസിബിൾ പാർട്ടീഷൻസ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB. ക്ലോസ്ഡ് ഇൻ്റർവൽ ABയുടെ ഏത് പാർട്ടീഷൻ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് അപ്പർ സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ആയിരിക്കും. സോ നമുക്ക് നേരത്തെ കിട്ടിയ പാർട്ടീഷൻ Pക്കും ഇത് ഹോൾഡ് ചെയ്യും. സോ UPF ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ. അതുപോലെ തന്നെ നമുക്കറിയാം ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ. ഇക്വേഷൻ 1, 2 and 3 കമ്പൈൻ ചെയ്യുമ്പോൾ LPF ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു UPF ആൽഫ. നമുക്കറിയാം A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ലെസ് ദാൻ ഓർ ഈക്വൽ ടു D ആണെങ്കിൽ C minus B is less than or equal to D minus A. So above ഇക്വേഷനിൽ നിന്നും അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു UPF ആൽഫ മൈനസ് LPF ആൽഫ. ബൈ അസംഷൻ UPF ആൽഫ മൈനസ് LPF ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആയതുകൊണ്ട് അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. നമുക്കറിയാം ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ. സോ അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും UPF ആൽഫ മൈനസ് LPF ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന വിധത്തിൽ ഒരു പാർട്ടീഷൻ P എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ 0 ആയിരിക്കണം. അതിൽ നിന്നും അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഈക്വൽ ടു ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ which implies F is Riemann Stieltjes integrable with respect to alpha over closed interval AB. അതായത് F belongs to R of alpha. ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുള്ളത്. Conversely, assume that F is Riemann Stieltjes integrable with respect to alpha over closed interval AB. Then upper and lower integrals ഈക്വൽ ആയിരിക്കും. ആ കോമൺ വാല്യൂ ആയിരിക്കും ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ. അതായത് ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഈക്വൽ ടു ലോവർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ A ടു B എഫ് ഡി ആൽഫ. ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് ഈ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് UPF ആൽഫ മൈനസ് LPF ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന വിധത്തിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ ABയുടെ ഒരു പാർട്ടീഷൻ P എക്സിസ്റ്റ് ചെയ്യുമെന്നാണ്.
നമുക്കറിയാം ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു സുപ്രീമം ഓഫ് എൽ പി എഫ് ആൽഫ. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എൽ പി എഫ് ആൽഫയുടെ സുപ്രീമം ആയതുകൊണ്ട്, അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് എപ്സിലോൺ ബൈ 2 എൽ പി എഫ് ആൽഫയുടെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കുകയില്ല. ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ മൈനസ് എപ്സിലോൺ ബൈ 2 ഒരു അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു എൽ പി എഫ് ആൽഫയെങ്കിലും ഉണ്ടായിരിക്കും. So there exists a partition P1 of closed interval AB such that lower interval A to B f d alpha minus epsilon by 2 less than LP1 f alpha. Lower interval A to B f d alpha equal to interval A to B f d alpha ആയതുകൊണ്ട് interval A to B f d alpha minus epsilon by 2 less than LP1 f alpha. Similarly, upper interval A to B f d alpha equal to infimum of UPF alpha. അപ്പർ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ യു പി എഫ് ആൽഫകളുടെ ഇൻഫിമം, അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആയതുകൊണ്ട് അപ്പർ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2 യു പി എഫ് ആൽഫകളുടെ ഒരു ലോവർ ബൗണ്ട് ആയിരിക്കുകയില്ല. കാരണം അപ്പർ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2 അപ്പർ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫയേക്കാൾ വലിയൊരു റിയൽ നമ്പറാണ്. സോ ദർ എക്സിസ്റ്റ് എ പാർട്ടീഷൻ P2 ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് അപ്പർ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ യു പി ടു എഫ് ആൽഫ. അപ്പർ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ ആയതുകൊണ്ട് ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2 ഗ്രേറ്റർ ദാൻ യു പി ടു എഫ് ആൽഫ. ദെൻ പാർട്ടീഷൻസ് P1ൻ്റെയും P2ൻ്റെയും കോമൺ റീഫൈൻമെൻ്റ് ആണ് P എന്ന് വിചാരിക്കുക. തിയറം 6.4 അപ്ലൈ ചെയ്യുമ്പോൾ യു പി എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി ടു എഫ് ആൽഫ ആൻഡ് എൽ പി വൺ എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി എഫ് ആൽഫ. ഈ ഇന്നിക്വാലിറ്റീസും 4ലും 5ലും കിട്ടിയിട്ടുള്ള ഇന്നിക്വാലിറ്റീസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ യു പി എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി ടു എഫ് ആൽഫ. ഇന്നിക്വാലിറ്റി 5ൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് യു പി ടു എഫ് ആൽഫ ലെസ് ദാൻ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ യു പി എഫ് ആൽഫ ലെസ് ദാൻ ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2. ഇന്നിക്വാലിറ്റി 4ൽ നിന്നും ഇൻ്റർവൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ എൽ പി വൺ എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ യു പി എഫ് ആൽഫ ലെസ് ദാൻ എൽ പി വൺ എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എൽ പി വൺ എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ. സോ യു പി എഫ് ആൽഫ ലെസ് ദാൻ എൽ പി വൺ എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ. എൽ പി വൺ എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി എഫ് ആൽഫ ആയതുകൊണ്ട് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ പി എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ. സോ യു പി എഫ് ആൽഫ ലെസ് ദാൻ എൽ പി എഫ് ആൽഫ പ്ലസ് എപ്സിലോൺ. അതിൽ നിന്നും യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ. സോ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന വിധത്തിൽ ഒരു പാർട്ടീഷൻ പി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ പി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അത് നമുക്ക് നേരത്തെ കിട്ടിയ P1ൻ്റെയും P2ൻ്റെയും കോമൺ റീഫൈൻമെൻ്റ് ആണ്. സോ ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസ് ചെയ്താലും യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആകുന്ന വിധത്തിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയുടെ ഒരു പാർട്ടീഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് നമുക്ക് കോൺവേഴ്സ് പാർട്ടിൽ വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്.